സന്ദീപ് വാര്യർ ഇപ്പോൾ BJPയുടെ വക്താവാണോ കോൺഗ്രസിന്റെ വക്താവാണോ? ഇപ്പോൾ കോൺഗ്രസിന്റെ വക്താവാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് BJPയെ കുറിച്ചാണ്. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്നറിയാമോ ശ്രീത്തെ? കോൺഗ്രസിൽ നിന്നുകൊണ്ട് BJPയെ നന്നാക്കാനുള്ള കാര്യങ്ങളാണ് സന്ദീപ് വാര്യർ പറയുന്നത്. ഇത് കേട്ട് സന്ദീപ് വാര്യരുടെ ചുറ്റുമുള്ള അണികൾ കൈയടിക്കുകയാണ്. അതാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. സുരേന്ദ്രനെ അടിച്ച് പുറത്താക്കിയാൽ മാത്രമേ കേരളത്തിലെ BJP രക്ഷപ്പെടുകയുള്ളൂ എന്ന് പറയുമ്പോൾ ചുറ്റും നിൽക്കുന്ന സുഡാപ്പികളായിട്ടുള്ള അണികളെ കൈയടിക്കുകയാണ്. എന്ന് പറഞ്ഞ് കൈയടിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു, ഇത് സുഡാപ്പികളാണോ അതിന് BJP തന്നെയാണോ എന്ന്. ഇല്ല, അവരുടെ ലക്ഷ്യം കേരളത്തിൽ ഒരു BJPയുടെ മുഖ്യമന്ത്രി ഉണ്ടാകണം. അതെ, എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് കേട്ടോ. സന്ദീപ് വാര്യർ സത്യം പറഞ്ഞാൽ സുരേന്ദ്രൻ തന്നെയാണ് പറഞ്ഞു വിട്ടത് കോൺഗ്രസിലോട്ട്. കുറച്ച് കഴിഞ്ഞ് സുരേന്ദ്രൻ തിരിച്ചു കൊണ്ടുവച്ചിട്ട് ഇറ്റ്സ് എ പ്രാങ്ക് എന്ന് പറയാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു പ്രാങ്ക് ആയിരുന്നു, നമ്മൾ കോൺഗ്രസിന്റെ രഹസ്യം മൊത്തം ചോർത്തി കഴിഞ്ഞു. അങ്ങനെയാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. വേറൊരു കാര്യം സന്ദീപ് വാര്യർ ചെയ്യുന്നത്, ചുറ്റും നിന്ന് BJPയെ നന്നാക്കാൻ. ഞാൻ BJPയിൽ ഉണ്ടായിരുന്നപ്പോൾ BJP അങ്ങനെയാണ്, പക്ഷെ ഇങ്ങനെ ചെയ്താൽ BJP നന്നാവും, ഉടനെ കൈയടി. ഞാനങ്ങ് ഞെട്ടിപ്പോയി. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് കൈയടി. എനിക്ക് തോന്നുന്നു കോൺഗ്രസ് താക്കീത് കൊടുത്തു. കാരണം ഇനി മേലാൽ ഇങ്ങനെ പറയരുത്, നമ്മുടെ അണികളെ കൊണ്ട് BJPയിലെ കാര്യം, BJP നന്നാക്കാനുള്ള വിഷയം പറഞ്ഞ് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ചാനൽ ചർച്ചയിൽ BJPക്ക് അനുകൂലമായിട്ട് പറയണം. സന്ദീപ് വാര്യർക്ക് സുരേന്ദ്രനോട് വിരോധമുണ്ട്. സുരേന്ദ്രനെതിരെ പറയുകയാണ്. സുരേന്ദ്രനെതിരെ പറയുമ്പോൾ BJPക്ക് അനുകൂലമായി പോകുന്നു. BJPക്ക് അനുകൂലമാവുമ്പോൾ സത്യം പറഞ്ഞാൽ കോൺഗ്രസ് വെട്ടിലാവുന്നു. കോൺഗ്രസിൽ വെട്ടിലായപ്പോൾ ഇന്ന് രാവിലെ കോൺഗ്രസ് എങ്ങനെയെങ്കിലും വളരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ BJP വളർത്താനുള്ള സഹായങ്ങൾ, സുരേന്ദ്രനെ മാറ്റണം, നിങ്ങൾ അണികൾ ഒന്നിക്കണം, പുതിയ പ്രസിഡന്റ് പറഞ്ഞു. സുരേന്ദ്രനെ മാറ്റണം, അണികൾ ഒന്നിക്കണം, പുതിയ പ്രസിഡന്റ് വരുമ്പോൾ എങ്കിലേ നിങ്ങൾ നന്നാവും. എനിക്ക് ബലിദാനികളുടെ ആൾക്കാരോട് പറയാനുള്ളത്, ബലിദാനികളുടെ ആൾക്കാരോട് സന്ദീപ് വാര്യർ എന്തിനാ ഇനി പറയുന്നേ? അതൊക്കെ പറയേണ്ടവര് പറഞ്ഞോളൂ. നിങ്ങളെ വഞ്ചിക്കുകയാണ്. ഉടനെ കോൺഗ്രസിൽ VD സതീശൻ എന്തുവാടേ ഈ കാണിക്കുന്ന ബലിദാനികളുടെ കാര്യമൊക്കെ ഇവിടെ വന്നെന്ന് പറയേണ്ട ആവശ്യം എന്താ എന്ന് പറഞ്ഞിട്ട് സന്ദീപ് വാര്യർക്ക് അപകടം മനസ്സിലായി. കോൺഗ്രസ് താക്കീത് കൊടുത്തു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇന്ന് രാവിലെ എന്തോ ഒരു ബൈറ്റ് കൊടുക്കാനായിട്ട് വിളിച്ചപ്പോൾ സന്ദീപ് വാര്യരെ വിളിച്ചപ്പോൾ സന്ദീപ് വാര്യർ പറഞ്ഞത്, എൻ്റെ പരസ്യ പ്രതികരണങ്ങളെല്ലാം BJPയെ കുറിച്ചുള്ളത് ഇന്ന് രാവിലെ 10 മണിയോടുകൂടി കഴിഞ്ഞു, ഇനി എൻ്റെ കയ്യിൽ സ്റ്റോക്കില്ല എന്നാണ് സന്ദീപ് വാര്യർ പറഞ്ഞത്. അതായത് അതിൻ്റെ അർത്ഥം എന്താണ്? കോൺഗ്രസ് കൃത്യമായിട്ട് സന്ദീപ് വാര്യർക്ക് ഒരു താക്കീത് കൊടുത്തിട്ടുണ്ട്. മോനെ, ഇത് സംഭവമൊക്കെ ശരി തന്നെയാണ്, പാലക്കാട് വിജയിക്കുകയൊക്കെ ചെയ്തു, അതിൻ്റെ ക്രെഡിറ്റും മോൻ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് വേറൊരു കാര്യം പറയാം, ഇനി മുതൽ ഇവിടെ നിന്ന് BJPയെ അങ്ങ് വിമർശിച്ച് നന്നാക്കാനുള്ള ഒരു വിമർശിക്കാം, പക്ഷെ വിമർശിച്ച് നന്നാക്കാനുള്ള ഈ പരിപാടി ഉണ്ടല്ലോ, എന്നിട്ട് ഞങ്ങൾ അണികളെ കൊണ്ട് തന്നെ കൈയടിപ്പിക്കുന്നു, അതിവിടെ വേണ്ട എന്നാണ് പറയുന്നത്. ഇപ്പോൾ എന്തായാലും ചർച്ചയിൽ പങ്കെടുക്കാൻ BJPയുടെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഇപ്പോൾ സന്ദീപ് വാര്യറിനെയാണ് മാധ്യമങ്ങൾ വിളിക്കുന്നത്. അതെ, BJPക്ക് എന്തെങ്കിലും BJPയിൽ വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ, എന്തെങ്കിലും പൊട്ടിത്തെറി ഉണ്ടായി കഴിഞ്ഞാൽ, എന്തെങ്കിലും മണ്ണൊലിച്ച് കാലിനടിയിൽ മണ്ണൊലിച്ച് പോയാൽ, സുരേന്ദ്രന്റെ ദേഹത്തൊരു രോമം കിളിർത്താൽ പോലും സന്ദീപ് വാര്യരെ വിളിച്ച് മാധ്യമങ്ങൾ ചോദിക്കാൻ എന്താണ് BJPയുടെ മുൻ നേതാവ്. അതെ, ആ രോമം വെട്ടിക്കളയാതെ സന്ദീപ് വാര്യരും BJP അല്ല മറ്റേ സുരേന്ദ്രനും BJP നന്നാവില്ല. ഇനി VD സതീശൻ അടുത്തിരിക്കുന്നുണ്ടെങ്കിൽ അല്ലേ ചേട്ടാ എന്നുകൂടെ ചോദിക്കേണ്ട പാടുള്ളൂ. അപ്പോൾ VD സതീശൻ പറയും, ശരിയാണ്, BJP നന്നാവണമെങ്കിൽ സുരേന്ദ്രനെ മാറ്റണം. സത്യം പറഞ്ഞാൽ അതൊരു വലിയൊരു, ഞാനത് കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു വിഷയം വരുന്നു. അതുപോലെ തന്നെ എന്തായാലും സംഭവിച്ചു. എന്തായാലും സന്ദീപ് വാര്യർ നിരന്തരം സുരേന്ദ്രനെതിരെ വിമർശനങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. സുരേന്ദ്രനെതിരെ മാത്രമല്ല, BJPക്കെതിരെയും വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, നരേന്ദ്രമോദിക്കെതിരെയും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇപ്പം ഇല്ല. എന്തായാലും അതില്ല. അത് എനിക്ക് തോന്നുന്നു മറ്റേ ചോട്ടാ മുംബൈയിൽ ഒരു സീനുണ്ടല്ലോ, വിനായകനെ അടുത്ത് മടി കിടത്തിയിട്ട് നമ്മുടെ കലാഭവമണി പറയും, എനിക്ക് പറ്റാത്തതുകൊണ്ടല്ലേ ക്ഷമിക്ക് എന്ന് പറയും. അതുപോലെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്റെ സ്നേഹം തിരിച്ചറിഞ്ഞു, അതോടെ നിർത്തി. അദ്ദേഹം കോൺഗ്രസിനുള്ളിലെ BJP വക്താവാണ്. അങ്ങനെയാണ് സന്ദീപ് വാര്യർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സന്ദീപ് വാര്യർ വിമർശിച്ച് BJPയെ നേരെയാക്കാനായിട്ട് നടക്കുന്ന സന്ദീപ് വാര്യർക്ക് മറുപടി കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ സന്ദീപ് വാചസ്പതിയാണ്. കഴിഞ്ഞ ദിവസം സന്ദീപ് വാചസ്പതി ഇട്ടൊരു പോസ്റ്റ് നമ്മൾ ചർച്ച ചെയ്തു. ആ പോസ്റ്റ് എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് എന്താ BJP വളരുന്നത് ഇഷ്ടമില്ലേ? അതൊരു പോയിന്റാണ്. അദ്ദേഹം BJP വളരുന്ന ഇഷ്ടമല്ലേ നമ്മൾ ചോദിക്കും. എന്തായാലും അദ്ദേഹം കഴിഞ്ഞ ദിവസം സുരേന്ദ്രനെതിരായിട്ട് ഒരു പോസ്റ്റ് നമ്മൾ കണ്ടല്ലോ. സുരേന്ദ്രൻ നേരിട്ടിറങ്ങി നയിച്ച ഒരു ഉപതെരഞ്ഞെടുപ്പ്, ആ ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റുപോയത് വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. അതായത് നേരിട്ട് ഒരു സംസ്ഥാന പ്രസിഡന്റ് നേരിട്ടിറങ്ങിയാണ് നയിച്ചത്, എന്നിട്ടും തോറ്റുപോയത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണെന്നാണ് സന്ദീപ് വാചസ്പതി പറഞ്ഞത്. അപ്പോൾ സന്ദീപ് വാചസ്പതി BJP വിട്ട സന്ദീപ് വാര്യർക്ക് ഒരു മറുപടി കൊടുത്തിരിക്കുകയാണ്. ഇനി സന്ദീപ് വാര്യർ BJPയുടെ കാര്യങ്ങൾ നോക്കേണ്ടതില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് സന്ദീപ് വാചസ്പതി. പരോക്ഷ വിമർശനമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. നിരന്തരം BJPക്കെതിരായിട്ട് വ്യാജ വാർത്തകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലോ. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് നോക്കാം. സ്വന്തം ആസനം നോക്കി ഓടിയവരോടാണ്, നിങ്ങൾ ഉപേക്ഷിച്ചു പോയ ലാവണത്തെപ്പറ്റി വലിയ ആശങ്ക ഇനി വേണ്ട.
ഇവിടെ എങ്ങനെ ആയാൽ താങ്കൾക്ക് എന്താണ് കുഴപ്പം? ചെന്നു കയറിയ കൂടാരത്തിൽ വലിയ ആസനം കിട്ടുമോ എന്ന് ശ്രദ്ധിക്കുക. കിട്ടുന്ന ആസനത്തിൽ ഇരിക്കുന്നതിന് മുൻപ് അതിൻ്റെ കാലിന് ഉറപ്പുണ്ടോ എന്നും നോക്കുക. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ തൽക്കാലം ആൾക്കാരുണ്ട്. അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള സംവിധാനവും ഇവിടെയുണ്ട്. സ്നേഹത്തിൻ്റെ കടയിൽ തൂത്തും തുടച്ചും, അത് ഇൻവേർട്ടഡ് കോമയിലാണ് കേട്ടോ, ശിഷ്ടകാലം തള്ളി നീക്കുന്നതാവും താങ്കൾക്ക് നല്ലത് എന്നാണ് സന്ദീപ് വചസ്പതി പറയുന്നത്. ഈ തൂത്തും തുടച്ചും ഇൻവേർട്ടഡ് കോമയിൽ ഇട്ടത് എന്താണെന്ന് ശ്രീത്തിന് മനസ്സിലായി കാണുമല്ലോ. ഷാഫി പറമ്പിലിൻ്റെ തൂവാല എടുത്ത് ഷാഫി പറമ്പിൽ വേർത്ത് കുളിച്ച് നിൽക്കുന്ന ഷാഫി പറമ്പിലിൻ്റെ മുഖം ഒരു അടിമയെ പോലെ സന്ദീപ് വാര്യർ തുടച്ചു കൊടുക്കുകയാണ്. തുടച്ച് ആ കർച്ചീഫ് പിഴിഞ്ഞ് വീണ്ടും തുടച്ച് എന്തൊക്കെയാണ് ഈ കാണിക്കുന്നതെന്ന് എനിക്ക് സത്യം പറഞ്ഞ ഒരു പിടിയും കിട്ടുന്നില്ല. BJP പ്രവർത്തകരെല്ലാം വലിയ രീതിയിലുള്ള രോഷപ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. കാരണം ഇനി നിനക്ക് പറ്റിയ പണി ഇതാണ് എന്നാണ് BJP പ്രവർത്തകർ അതിൻ്റെ താഴെ വന്ന് കമൻ്റ് ഇട്ടുകൊണ്ടേയിരിക്കുന്നത്. സന്ദീപ് വാര്യർ അതും പറഞ്ഞു, BJP പ്രവർത്തകർക്ക് എന്നോട് രോഷമുണ്ടാകാം, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് നിങ്ങൾ ഒന്നിക്കണം എന്നാണ് അയാൾ പറഞ്ഞു വെച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സന്ദീപ് ഇനി കേരളത്തിൽ മാത്രം കോൺഗ്രസ് മിച്ചുണ്ട്, ഇതിനെയും കൂടെ തുളച്ചു നീക്കാനുള്ള പരിപാടിയാണോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും സന്ദീപ് വാര്യർ ഇപ്പോൾ പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങളെല്ലാം നിർത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് താക്കീത് കൊടുത്തു എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഉറപ്പായിട്ടും കൊടുത്തു കാണും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇനി പറയല്ലെന്ന് പറഞ്ഞു കാണും. ഇനി സന്ദീപ് വാര്യരുടെ ഭാവി എന്താകും എന്നാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത്. ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സന്ദീപ് വാര്യരുടെ ഒരു എഫക്റ്റിൽ വിജയിച്ചു എന്ന് മാധ്യമങ്ങളെല്ലാം പറഞ്ഞു പരത്തുന്നുണ്ടല്ലോ. അതിൻ്റെ ഒരു പക്ഷയിൽ കുറച്ച് കാലം കൂടെ സന്ദീപ് വാര്യർ പോകും. പിന്നെ വല്ല ബോർഡോ അങ്ങനെ വല്ല കാര്യങ്ങളോ ഒക്കെ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒറ്റപ്പാലത്തൊരു സീറ്റ് കിടപ്പുണ്ട്. വേണമെങ്കിൽ 2000 ഇനി എപ്പോഴോ നമുക്ക് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ ഒറ്റപ്പാലത്തെ സീറ്റ് സന്ദീപ് വാര്യരുടെ കൈകളിലേക്ക് വരുമോ എന്നാണ് പല ആൾക്കാരും ഉറ്റുനോക്കുന്നത്. അവിടെ സരിനായിരുന്നു. എന്തായാലും സരിൻ്റെ കാര്യം കട്ടപ്പോയായല്ലോ. സരിനോട് പൊട്ടി കരയാനാണ് ഇവിടുത്തെ അണികളെല്ലാം പറയുന്നത്. സരിൻ പറഞ്ഞു ഇനി ഞാൻ ഇടക്കാലത്തൊന്നും മത്സരിക്കാൻ ഇറങ്ങില്ല, കാരണം ഇപ്പോൾ തുടർച്ചയായ 2 മത്സരമായല്ലോ, ഒറ്റപ്പാലം പാലക്കാട്. അതെ, ഇനി കുറച്ചാൾ വിശ്രമം ചെയ്യും. പക്ഷേ സരിനൊരു കാണിച്ച മണ്ടത്തരമായിക്കോട്ടെ. സരിൻ ഒന്ന് അവിടെ തന്നെ ഒരു 2-3 വർഷം നിന്നില്ലെങ്കിൽ സരിന് കുറച്ച് സീറ്റൊക്കെ എവിടെയെങ്കിലും ഒക്കെ കിട്ടിയാൽ. സന്ദീപ് വാര്യർ ഷൊർണൂരിൽ മത്സരിച്ച് ഒന്ന് കയറി വരികയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ സ്വന്തം ആദർശം വെച്ചിട്ടാണ് പണയം വെച്ചിട്ടാണ് സന്ദീപ് വാര്യർ പോയിരിക്കുന്നത്. സരിൻ അത് ചെയ്തിട്ടില്ല. സരിൻ ഇപ്പോഴും പറയുന്നത് എന്താ, ഞാൻ കോൺഗ്രസ്സുകാരനാണെന്നാണ് പറയുന്നത്. ഞാൻ ഞാൻ CPM-നുള്ളിലെ കോൺഗ്രസ്സുകാരനാണ്. അൻവർ എന്താ പറയുന്നത്, ഞാൻ കോൺഗ്രസ്സുകാരനാണ്. അതായത് കോൺഗ്രസിൽ നിന്ന് CPM-ലോട്ട് വന്നവരാരും അവരുടെ ആദർശം പണയം വെച്ചിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്, ഒരു പച്ചയായിട്ടുള്ള വസ്തുതയാണ്. ആ വസ്തുത നിലനിൽക്കുകയാണ് ഈ BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയ സന്ദീപ് വാര്യർ സ്വന്തം ആദർശത്തിനെ എല്ലാം കഴിമരത്തിലേറ്റി എല്ലാത്തിനെയും കൊന്നു കുഴിച്ചു മൂടിയിട്ട് അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത്. എന്നിട്ടും അവിടെ ചെന്ന് നിന്നിട്ടും ആ പഴയ സ്വഭാവം വീണ്ടും തകട്ടി വരുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. അത് മറയ്ക്കാനാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഓടി നടന്ന് ഈ മുസ്ലിം മത സമുദായ നേതാക്കളെ അദ്ദേഹം കാണുന്നുണ്ട്. അതിൻ്റെ വീഡിയോസും ഒരുപാട് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട്. എന്തായാലും സന്ദീപ് വാര്യർ BJP-യുടെ കാര്യം നോക്കണ്ട, അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ കടയിൽ തന്നെ തൂത്തും തുടച്ചും കഴിയട്ടെ എന്നാണ് സന്ദീപ് വചസ്പതി പറഞ്ഞിരിക്കുന്നത്.